നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ ലാഭം നോക്കി ജീവിച്ച പിഷാരടി വീണ്ടും ലാഭം കൊയ്യാനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ആ പിഷാരടിയെ ഞാനുമായി താരതമ്യം ചെയ്യരുത്. പിഷാരടിയും അഖിൽ മാരാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പോസ്റ്റുമായി അഖിൽ മാരാർ: പിഷാരടിയെ ഞാനുമായി താരതമ്യം ചെയ്യരുതെന്ന് അഖിൽ മാരാർ. നീണ്ട പോസ്റ്റിലൂടെയാണ് അഖിൽ മാരാർ പിഷാരടിയും താനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നത്. മാരാരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: പിഷാരടി നാളിതുവരെ ഒരു ജനകീയ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കേസുകളിൽ പോലും പ്രതിയായിട്ടില്ല, സ്വന്തം കാര്യം നോക്കി കോടികൾ സമ്പാദിച്ചു, ജീവിതവും കുടുംബവും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് തന്നാൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ MLA ആയി മാറി ഒരേ സമയം മമ്മൂക്കിയുടെയും താല്പര്യവും അതേസമയം ആന്റോ ജോസഫിന്റെ താല്പര്യവും സംരക്ഷിച്ചു സിനിമാ മേഖലയിൽ തുടർന്നും സജീവമായി പോകാനുള്ള ശ്രമം. ലാഭമല്ലാതെ പിഷാരടിക്ക് യാതൊരു നഷ്ടവും ഈ തീരുമാനം കൊണ്ടുവരുന്നില്ല. അതേസമയം CPM-ന് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചു കോൺഗ്രസിന് ഒരു സീറ്റ് പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത ആ പാർട്ടിയോട് ഉണ്ടെന്ന് കരുതാം. ഇതിപ്പോൾ കാശ് കൊടുത്തു MLA ആവാൻ പോയതുപോലെയുണ്ട്. ഷാഫി പറമ്പിൽ പിഷാരടിക്ക് വിറ്റ പാലക്കാട് സീറ്റ് തോൽക്കുമെന്ന് തോന്നുമ്പോൾ CPM അവിടെ BJP-യുമായി ഡീല് വെച്ചെന്ന് പറയാൻ നാണമില്ലേ എന്ന് ചോദ്യം മാത്രം. ഇനി അഖിൽ മാരാർ 2012 മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവം. നിരവധി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിരവധി സമരങ്ങൾ. അക്കാലത്ത് മാത്രം 13 കേസുകൾ. CPM ആക്രമണത്തിൽ തല തകർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരൻ സ്വതന്ത്രനായി ഇടതുകോട്ടയിൽ മത്സരിച്ചു. 1500 വോട്ടുകൾ നേടി. തുടർന്നും കൊട്ടാരക്കരയിൽ പ്രാദേശിക വിഷയങ്ങളിൽ സജീവ ഇടപെടൽ. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതി. 2 തവണ വധശ്രമത്തിന് ഇരയായ വാദി. സിനിമ എഴുതി സംവിധാനം ചെയ്തതും കേരള രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുന്ന ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന ഒരു ത്വാത്വിക അവലോകനം. നിരവധി ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകൻ. ബിഗ് ബോസിൽ പോകും മുൻപ് സമ്പാദ്യം ശൂന്യം, വീടില്ല, സ്വന്തമായി ആകെയുള്ളത് കൂട്ടുകാരൻ ലോണിട്ട് എടുത്തുകൊടുത്ത ഒരു വാഹനം മാത്രം. ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഭാര്യയെയും 2 പെൺകുഞ്ഞുങ്ങളെയും നോക്കാൻ ബിഗ് ബോസിൽ പോയത് ജയിക്കുമെന്ന് കരുതിയല്ല, കിട്ടുന്ന ശമ്പളം കടം തീർക്കാനെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് കരുതി മാത്രം. ജയിച്ചു വന്ന ശേഷവും ലാഭം നഷ്ടങ്ങൾ നോക്കി മിണ്ടാതിരുന്നില്ല. നാടിനും വേണ്ടി സധൈര്യം സംസാരിച്ചു. പിണറായി വിജയനെയും സർക്കാരിനെയും ശക്തമായ ഭാഷയിൽ എതിർത്തു. ജനകീയ സമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. വീണ്ടും കേസുകളിൽ പ്രതിയായി. ഇനി മത്സരിക്കാൻ ആഗ്രഹിച്ചത് പോലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ്. തെരഞ്ഞെടുത്തത് ആരും ജയിക്കില്ല എന്ന് കരുതിയ തൃക്കാക്കര. 34 വയസ്സ് വരെ ഒന്നുമില്ലാത്തവൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരു വീടും കാറും ഒക്കെ വാങ്ങി. അതൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്കൊരു വിഷമവുമില്ല. തോൽക്കുമെന്ന് നിങ്ങൾ പറയുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ലാഭമോ നഷ്ടമോ? ഇന്നലെ വരെ ലാഭം നോക്കി ജീവിച്ച പിഷാരടി വീണ്ടും ലാഭം കൊയ്യാനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ആ പിഷാരടിയെ ഞാനുമായി താരതമ്യം ചെയ്യരുത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ പോലീസിന്റെ അടികൊണ്ട കോൺഗ്രസുകാർ പിഷാരടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇത്രയും നാളുകൾ മറ്റുള്ളവരെ ചിരിപ്പിച്ച പിഷാരടി ഉള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടാവും മണ്ടന്മാർ. ബിഗ് ബോസിലെ 100 ദിവസത്തെ മാരാറേക്കാൾ എത്രയോ പവർഫുള്ളാണ് ജനങ്ങൾക്കിടയിൽ ജീവിച്ച ജനങ്ങളെ അറിഞ്ഞ അഖിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.